ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളെ കുറിച്ചാണ്. മലയാളത്തിൽ ധാരാളം അക്ഷരങ്ങളുണ്ട്. അവയെ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും കൂട്ടക്ഷരങ്ങളെന്നും ചില്ലക്ഷരങ്ങളെന്നും വേർതിരിച്ചിട്ടുണ്ട്. നമുക്കിന്ന് സ്വരാക്ഷരങ്ങളെ കുറിച്ച് പഠിക്കാം. ഇതാണ് സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം. എന്താണ് വായിക്കുക? ആ. ഒന്നും കൂടെ പറഞ്ഞേ. ആ. ആ എന്നാണ് സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരം വായിക്കുക. ഇതാരാണ് സ്ക്രീനിൽ കാണുന്നത്? ഇത് ആ വെച്ചിട്ടുള്ള ഒരു പദം അല്ലേ? ഇതെന്താ വായിക്കുക? അമ്മ. ഒന്നുകൂടെ പറയൂ. അമ്മ. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരമാണ് ആ. ഇനി നമുക്ക് ഒരു പദം കൂടെ പരിചയപ്പെട്ടാലോ? ഇതെന്താണ് വായിക്കുക? അച്ഛൻ. ഇതിൻ്റെ ആദ്യത്തെ അക്ഷരം ആ വെച്ചിട്ടാണല്ലേ? അപ്പോൾ ഇത് അച്ഛൻ. ഇനി അടുത്ത ഒരു പദം കൂടി കാണാം. ഇതാരാണ്? അണ്ണാൻ. അണ്ണാൻ അറിയൂലേ? മരത്തിലൊക്കെ ചാടിക്കേറി നടക്കുന്ന ഒരാളല്ലേ? ഇതാണ് അണ്ണാൻ. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തെ പരിചയപ്പെടാം. ഇതെന്താ വായിക്കുക? ആ. ഒന്നും കൂടെ പറയൂ. ആ. ഇനി ആ കൊണ്ടുള്ള ഒരു പദത്തെ നമുക്ക് കാണാം. ഇതെന്താണ്? ആന. അടുത്തൊരു പദമോ? ആമ. അടുത്തത് എന്താണ്? ആട്. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തെ പരിചയപ്പെടാം. ഈ അക്ഷരം ഏതാണ്? ഇ. എൻ്റെ കൂടെ പറയൂ. ഇ. എന്താണ്? ഇ. ഈ കൊണ്ട് തുടങ്ങുന്ന പദങ്ങളെ പരിചയപ്പെട്ടാലോ? ഇതെന്താണ്? ഇല. ഒന്നും കൂടെ പറയൂ. ഇല. ഇനി നമുക്ക് അടുത്ത ഒരു പദം കൂടി പരിചയപ്പെട്ടാലോ? ഇതെന്താ വായിക്കുക? ഇഞ്ചി. എന്താണ്? ഇഞ്ചി. ഇനി അടുത്ത അക്ഷരം ഏതാണെന്ന് നോക്കാം. ഇതെന്താണ്? ഈ. ഒന്നും കൂടെ പറയൂ. ഈ. ഈ കൊണ്ട് തുടങ്ങുന്ന വാക്കുകൾ നമുക്ക് കാണാം. ഈച്ച. എന്താണ്? ഈച്ച. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തെ പരിചയപ്പെടാം. ഇതെന്താണ്? ഉ. ഒന്നും കൂടെ പറയൂ. ഉ. ഊ കൊണ്ട് തുടങ്ങുന്ന പദത്തെ നമുക്ക് പരിചയപ്പെടാം. എന്താ കാണുന്നത്? ഉരൽ. ഒന്നും കൂടെ പറയൂ. ഉരൽ. ഇനി ഒരു വാക്കും കൂടെ കാണാം. ഉള്ളി. എന്താണ്? ഉള്ളി. ഇനി അടുത്ത അക്ഷരം നമുക്ക് പരിചയപ്പെടാം. എന്താണ്? ഊ. ഒന്നും കൂടെ പറയൂ. ഊ. ഊ കൊണ്ട് തുടങ്ങുന്ന പദത്തെ പരിചയപ്പെടാം. ഇതെന്താണ്? ഊഞ്ഞാൽ. ഒന്നും കൂടെ പറയൂ. ഊഞ്ഞാൽ. ഓക്കെ. ഇനി അടുത്ത അക്ഷരം ഏതാണ്? ഇർ. ഇർ കൊണ്ടുള്ള പദത്തെ നമുക്ക് പരിചയപ്പെടാം. ഇതെന്താ വായിക്കുക? ഋഷി. എന്താണ്? ഋഷി. ഇനി നമുക്ക് അടുത്ത അക്ഷരത്തെ കാണാം. ഇതെന്താണ്? യ. ഒന്നും കൂടെ പറയൂ. യ. ഇനി നമുക്ക് യ കൊണ്ട് തുടങ്ങുന്ന പദത്തെ കാണാം. ഇതെന്താണ്? എലി. റാറ്റ് അല്ലേ? എലി. ഇനി അടുത്തൊരു പദം കൂടെ കാണാം. എരുമ. എരുമ. ഇനി അടുത്ത അക്ഷരത്തെ പരിചയപ്പെടാം. ഏ. ഏ കൊണ്ടുള്ള പദത്തെ കാണാം. ഏണി. ഏണി. എന്താണ്? ഏണി. ഇനി അടുത്ത ഒരു പദത്തെ കാണാം. ഏത്തപ്പഴം. ഏത്തപ്പഴം. ഒന്നും കൂടെ പറയൂ. ഏത്തപ്പഴം. ഇനി അടുത്ത അക്ഷരത്തെ കാണാം. ഐ. എന്താണ്?
ഐ ഐ കൊണ്ട് തുടങ്ങുന്ന പദങ്ങളെ പരിചയപ്പെടാം. ഓക്കെ, ഇതെന്താണ്? ഐസ്. ഐസ്. ഇനി അടുത്ത അക്ഷരത്തെ കാണാം. ഓ. ഒന്നും കൂടെ പറയൂ. ഓ. ഓ എന്നാണ് ഈ അക്ഷരം. ഇനി ഓ കൊണ്ടുള്ള പദത്തെ കാണാം. ഒട്ടകം. ഒട്ടകം. ഇതിൽ ആദ്യത്തെ അക്ഷരം ഓ ആണല്ലേ. ഇനി അടുത്തൊരു പദത്തെ കൂടെ കാണാം. ഒച്ച്. ഇതിലും ആദ്യത്തെ അക്ഷരം ഓ ആണല്ലേ. ഇതാണ് ഒച്ച്. ഇനി അടുത്ത അക്ഷരത്തെ കണ്ടാലോ? ഓ. എന്താണ്? ഓ. ഒന്നും കൂടെ പറയൂ. ഓ. ഓ വെച്ചിട്ടുള്ള പദത്തെ കണ്ടാലോ? ഓന്ത്. ഓന്ത്. കണ്ടിട്ടില്ലേ ഓന്തിനെ? ഇനി അടുത്ത അക്ഷരം ഏതാ? ഔ. എന്താണ്? ഒന്നും കൂടെ പറയൂ. ഔ. ഔ വെച്ചിട്ടുള്ള പദത്തെ നമുക്ക് കണ്ടാലോ? ഔഷധം. ഔഷധം എന്ന് പറഞ്ഞാൽ എന്താ? മരുന്ന് അല്ലേ. ഔഷധം. ഇനി നമുക്ക് അടുത്ത പദത്തെ കാണാം. അടുത്ത അക്ഷരത്തെ കാണാം. അം. ഒന്നുകൂടെ പറയൂ. ആം. ആം കൊണ്ടെന്താ കാണുന്നത്? അംബുജം. എന്താണ്? അംബുജം. ഓക്കെ. ഇനി അടുത്ത പദം ഏതാണ്? ആ അല്ലേ. ആ വെച്ചിട്ട് പദങ്ങളൊന്നും തന്നെ ഇല്ല. ഇനി അടുത്ത വീഡിയോയിൽ സ്വരാക്ഷരങ്ങളെ എങ്ങനെ എഴുതാമെന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ബൈ.